Hi, welcome to Lash Class. BA English New Literatures in ഇംഗ്ലീഷിലെ ഹെലൻ ഓഫ് ട്രോയ് ഡസ് കൗണ്ടർ ടോപ്പ് ഡാൻസിങ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. മാർഗരറ്റ് ആറ്റ്വുഡിന്റെ പോയമാണ്. നമ്മളിവിടെ ആ പോയത്തിന്റെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ളൊരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിന്റെ സമ്മറി നോക്കാം. പാർട്ട് 1. The poet places Helen of Troy in a contemporary context, a countertop dancer as mentioned in the title. നമ്മൾക്ക് ഈ പോയത്തിന്റെ ആദ്യത്തെ ഇൻഡിക്കേഷൻ അതിന്റെ ടൈറ്റിൽ നിന്നാണ് ലഭിക്കുന്നത്. ഹെലൻ ഓഫ് ട്രോയ് എന്ന് പറയുന്ന കഥാപാത്രം ഗ്രീക്ക് മിത്തോളജിയിൽ നിന്ന് വരുന്നതാണ്. സ്ത്രീകളിൽ അതിസുന്ദരിയായിട്ടുള്ള ആൾ എന്നുള്ള രീതിയിലാണ് ഗ്രീക്ക് മിത്തോളജിയിൽ ഇവരെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇവരെ ഒരു കണ്ടംപററി കണ്ടക്സ്റ്റിനകത്താണ് ഈ പോയത്തിൽ അവതരിപ്പിക്കുന്നത്. ഒരു കൗണ്ടർ ടോപ്പ് ഡാൻസർ ആയിട്ട്, അതായത് ഒരു സ്ട്രിപ്പ് ഡാൻസർ അല്ലെങ്കിൽ ഒരു കാബറെ ഡാൻസർ എന്നുള്ള രീതിയിലാണ് ഇവിടെ ഹെലൻ ഓഫ് ട്രോയെ അവതരിപ്പിക്കുന്നത്. ഹെലൻ ആൻറ്റിസിപ്പേറ്റ്സ് ക്രിറ്റിസിസം ഫ്രം അതർ വിമൻ ഫോർ ഹെർ പ്രൊഫഷൻ, ഡീമിങ് ഇറ്റ് ആസ് ഷെയിംഫുൾ. ഇനി പോയത്തിലെ സ്പീക്കറായിട്ട് വരുന്നത് ഹെലൻ തന്നെയാണ്. അപ്പോൾ അവര് മറ്റുള്ള സ്ത്രീകൾ അവരെ ഒരവസരം കിട്ടിയാൽ വിമർശിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതായത് ഇവർ ചെയ്യുന്ന ഈ ജോലി ഷെയിംഫുൾ ആണ് എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ വിമർശിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഷീ ഇമാജിൻസ് ദേ വുഡ് അഡ്വൈസ് ഹെർ ടു ഗെറ്റ് എ കൺവെൻഷണൽ ജോബ് ഓർ ടു സെൽ സംതിങ് അതർ ദാൻ വാട്ട് ഷീ സെൽസ്. കൂടാതെ അവര് ഇവളെ ഉപദേശിക്കാൻ സാധ്യതയുണ്ട്. ഇവൾ ഈ ചെയ്യുന്ന ജോലി മാറ്റിക്കൊണ്ട് ഒരു സാധാരണ ഓഫീസ് ജോലി പോലെയുള്ള എന്തെങ്കിലും ജോലി ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിൽക്കുവാൻ, ഒരു സെയിൽസ് ഗേൾ ആയിട്ടുള്ള ഒരു ജോലി പോലെ എന്തെങ്കിലും നോക്കുവാനോ ഒക്കെ അവളെ ഉപദേശിക്കും എന്നാണ് ഹെലൻ പറയുന്നത്. ഹെലൻ കൗണ്ടേഴ്സ് ഇറ്റ് ബൈ സെയിങ് ഇറ്റ് നീഡ്സ് ടാലന്റ് ടു സെൽ സംതിങ് വിത്തൗട്ട് എ മെറ്റീരിയൽ ഫോം. അപ്പോൾ ഹെലൻ അതിന് മറുപടിയായിട്ട് പറയുന്നത് ഇങ്ങനെ മെറ്റീരിയൽ ഫോം ഇല്ലാത്ത ഒരു കാര്യം വിൽക്കുന്നതിന് ടാലന്റ് വേണം എന്നുള്ളതാണ്. അതായത് ഒരു സെയിൽസ് ഗേൾ എന്ത് കാര്യങ്ങൾ വിൽക്കുകയാണെങ്കിലും അത് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വിൽക്കുന്നത്. പക്ഷേ ഇവിടെ ഹെലൻ ഡിസയർ ആണ് വിൽക്കുന്നത്, ബ്യൂട്ടി ആണ് വിൽക്കുന്നത്, അതിന് ടാലന്റ് വേണമെന്നാണ് പറയുന്നത്. ഷീ ആർഗ്യൂസ് ദാറ്റ് അതർ ജോബ്സ് ആർ ഈക്വലി എക്സ്പ്ലോയിറ്റേറ്റീവ്, സോ ഷീ ചോസ് ദിസ് ഫോർ ബെറ്റർ പേ. കൂടാതെ ഈ ഒരു ജോബ് എക്സ്പ്ലോയിറ്റേറ്റീവ് ആണ്, ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ളതാണ് എന്നാണ് മറ്റൊരു വിമർശനം നേരിടുന്നത്. അതിനും ഇവള് കൊടുക്കുന്ന മറുപടി എല്ലാ ജോലിയിലും അങ്ങനെ ചൂഷണമുണ്ട് എന്നുള്ളതാണ്. ഒരു സെയിൽസ് ഗേൾ എന്നുള്ള ജോലിയാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കാൻ പോലും കഴിയാതെ നിൽക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഓഫീസിൽ ഇങ്ങനെ വൈകുന്നേരം വരെ ഇരിക്കേണ്ടി വരും. അവിടെയെല്ലാം കുറഞ്ഞ വേതനമാണ് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാ ജോലികളും എക്സ്പ്ലോയിറ്റേറ്റീവ് തന്നെയാണ്. അപ്പോൾ ഇത് കൂടുതൽ പേ കിട്ടുന്ന കാരണം കൊണ്ട് തിരഞ്ഞെടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഹെലൻ പറയുന്നത്. പാർട്ട് 2. ഹെലൻ എക്സ്പ്ലെയിൻസ് ദ വാല്യൂ ഓഫ് വാട്ട് ഷീ സെൽസ്. തുടർന്ന് ഹെലൻ ഈ വിൽക്കുന്നതിന്റെ ഒരു വാല്യൂവിനെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡിസയർ ആണ് ഹെലൻ വിൽക്കുന്നത് എന്നുള്ളത്. ഷീ ഈസ് സെല്ലിംഗ് ഡിസയർ ലൈക്ക് പെർഫ്യൂം ആഡ്സ് ഓർ പ്രീച്ചേഴ്സ് സെല്ലിംഗ് വിഷൻ. അതിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് ഈ പെർഫ്യൂമുകളുടെ പരസ്യത്തിൽ ഇങ്ങനെ ഡിസയർ വിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ പുരോഹിതന്മാര് അവരുടെ പ്രസംഗത്തിലൂടെ ഈ വിഷൻ വിൽക്കുന്നത് പോലെയാണ് ഇവർ ഈ ഡിസയർ വിൽക്കുന്നതെന്ന് പറയുന്നു. ഷീ ഓൾസോ മെൻഷൻസ് ദ പാട്രിയാർക്കൽ നോഷൻ ഓഫ് എവറിത്തിങ് ഈസ് ഫോർ സെയിൽ. അങ്ങനെ ഈ ഡിസയർ വിൽക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഒരു പാട്രിയാർക്കൽ നോഷൻ, അതായത് ഈ പുരുഷ മേധാവിത്വ സമൂഹത്തിന്റെ ഒരു ചിന്താഗതിയുണ്ട്. എല്ലാം വിൽക്കാനും വാങ്ങാനും കഴിയും എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതി. അപ്പൊ ആ ഒരു ചിന്താഗതിയോട് ചേർന്നുകൊണ്ടാണ് ഇവരിങ്ങനെ ഈ ഡിസയർ വിൽക്കുന്നത്. ഷീ കമ്പയർസ് ദ മെയിൽ ഗേസ് ടു എ ചെയിൻസോ മർഡർ, റെഫറിംഗ് ടു ഹൗ ദേ ഒബ്ജക്ടിഫൈ ഹെർ ബോഡി പാർട്സ്. തുടർന്ന് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെറ്റഫർ ആണ് അവർ പറയുന്നത്. ഒരു ചെയിൻസോ മർഡർ. ചെയിൻസോ എന്ന് പറയുന്നത് മരം മുറിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാളാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കൊലപാതകം പോലെയാണ് പുരുഷന്മാരുടെ നോട്ടം എന്നവർ പറയുന്നു. അതായത് ഇവരുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും മുറിച്ചെടുക്കുന്നത് പോലെയാണ് ഈ പുരുഷന്മാര് അവരെ ഈ ഡാൻസ് ക്ലബിൽ നോക്കുന്നത് എന്നുള്ള രീതിയിൽ അവർ പറയുന്നു. She further elaborates on the attitude of men. They see her with both hatred and admiration. കൂടാതെ ഈ പുരുഷന്മാരുടെ, ഇവരെ ഡാൻസ് കാണാൻ വരുന്ന പുരുഷന്മാരുടെ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് അവർ പറയുന്നുണ്ട്. ഒന്ന്, അവർക്ക് ഉള്ളതൊരു ഡിസയർ ആണ്. കാരണം ഇവളോടൊരു മോഹം, ആഗ്രഹം ഉണ്ട്, ഒരു അഡ്മിറേഷൻ ഉണ്ട്. കൂടാതെ ഇവൾ ഇങ്ങനെ ഒരു ഡാൻസർ ആണ് എന്നുള്ളതിലൊരു ഹേറ്റഡും വെറുപ്പും അവര് ഒരേ സമയത്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. She feels their urge to snap her, like the urge to step on an ant. ചില സമയത്ത് ഇവർക്ക് വയലന്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആണുള്ളത്. അതായത് ഇവളെ സ്നാപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ കയറി പിടിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ അവരിലുണ്ട്. അതായത് ഒരു ഉറുമ്പിനെ
ചവിട്ടി മെതിക്കാനുള്ള ആളുകളുടെ വയലന്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിനോടാണ് ഇവിടെ ഈ പുരുഷന്മാരുടെ ഈ ആറ്റിറ്റ്യൂഡിനെ അവർ കമ്പയർ ചെയ്യുന്നത്. ഷീ കമ്പയർസ് ദ മ്യൂസിക് ആൻഡ് അറ്റ്മോസ്ഫിയർ ടു എ റാവേജ്ഡ് സിറ്റി ആൻഡ് ഹൗ എക്സോസ്റ്റിംഗ് ഓൾ ഓഫ് ദിസ് ഈസ്. കൂടാതെ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ, അവിടുത്തെ മ്യൂസിക്, അതിനെല്ലാം അവർ ഒരു റാവേജ്ഡ് സിറ്റിയോടാണ് കമ്പയർ ചെയ്യുന്നത്. അതായത് ഒരു കലാപം കഴിഞ്ഞ അല്ലെങ്കിൽ യുദ്ധം കഴിഞ്ഞ കൊള്ളയടിക്കപ്പെട്ടിട്ടുള്ള ഒരു നഗരത്തിനോടാണ് ആ ഒരു അന്തരീക്ഷത്തെ അവർ താരതമ്യം ചെയ്യുന്നത്. അതെല്ലാം അവർക്ക് വളരെ എക്സോസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ വളരെ തളർച്ച ഉണ്ടാക്കുന്നതാണ് എന്നുള്ള കാര്യം അവർ പറയുന്നു. പാർട്ട് 3. ദി എക്സോഷൻ ഈസ് ഇൻ ദ പ്രിറ്റൻസ് ഓഫ് കീപ് സ്മൈലിംഗ് ആൻഡ് നോട്ട് ലിസണിങ് ടു ദം. അപ്പോൾ ഈ ഒരു എക്സോഷൻ അല്ലെങ്കിൽ ഒരു ടയറിങ് ആയിട്ടുള്ള അവസ്ഥയെ കുറിച്ചിട്ട് അവർ പറയുകയുണ്ടായി. അതിന് പ്രധാനമായിട്ടും കാരണമാവുന്നത്, ഒന്ന്, ഇവരെപ്പോഴും സ്മൈൽ ചെയ്തുകൊണ്ട് വേണം അവിടെ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. രണ്ട്, ചുറ്റുമുള്ള ആളുകൾ പലതും കമന്റ് ചെയ്യുന്നുണ്ടായിരിക്കും, അതെല്ലാം കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് വേണം ഇവരവിടെ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. ഷീ സേസ് ദാറ്റ് ഇൻ എ വേ ഷീ കാൻ ഹിയർ ദം ആസ് എ ലാംഗ്വേജ് ഈസ് ഡിഫറെന്റ് ഫ്രം ദ പ്രൊവിൻസ് ഓഫ് ഗോഡ്സ്. ഇനി ഒരു തരത്തിൽ അവർ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് തന്നെ പറയാമെന്നാണ് ഇവിടെ ഹെലൻ സൂചിപ്പിക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ഹെലൻ എന്ന് പറയുന്നത് മിത്തോളജിക്കൽ ക്യാരക്ടറാണ്. ദൈവങ്ങളുടെ പുത്രി എന്നുള്ള രീതിയിലാണ് ഇവരെ ആ മിത്തോളജിക്കകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. ആ രീതിയിൽ ഇവരുടെ ഈ സ്വർഗലോകത്തെ ഈ ഒരു സംസാരത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടെ ഈ പുരുഷന്മാരുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ സംസാരം വരുന്നത്. അത് ആ രീതിയിൽ അവർക്ക് കേൾക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയാമെന്നിവിടെ ഹെലൻ സൂചിപ്പിക്കുന്നു. ഷീ അലൂഡ്സ് ദ മിത്ത് ഓഫ് ലെഡ ആൻഡ് ദ സ്വാൻ, റെഫറിങ് ടു ഹെർ ഡിവൈൻ ഒറിജിൻ. അപ്പോൾ ഇവർ സ്വർഗലോകത്ത് നിന്ന് വരുന്ന ആളാന്നുള്ള കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മിത്തോളജിക്കൽ സ്റ്റോറിയാണ് അടുത്തതായിട്ട് അലൂഡ് ചെയ്യുന്നത്. ലെഡ എന്ന് പറയുന്നത് ഇവളുടെ അമ്മയാണ്. ഇനി സിയൂസ് എന്ന് പറയുന്ന ഗ്രീക്ക് ദേവനാണ് ഇവളുടെ പിതാവായിട്ട് വരുന്നത്. അയാൾ ഒരു സ്വാനിന്റെ അല്ലെങ്കിൽ ഒരു അരയന്നത്തിന്റെ ഒരു രൂപം എടുത്തുകൊണ്ടാണ് ഇവളുടെ അമ്മയെ പ്രാപിക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ ഹെലൻ ജനിക്കുന്നത് എന്നാണ് ആ മിത്തോളജിക്കകത്തുള്ള ആ ഒരു സ്റ്റോറി വരുന്നത്. ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നു. ഷീ ഗോസ് ഓൺ ടു സേ ദാറ്റ് ദർ ആർ എ ലോട്ട് ഓഫ് ഡേഞ്ചറസ് ബേർഡ്സ് അറൌണ്ട്, റെഫറിംഗ് ടു ദ മെയിൽ അഗ്രഷൻ ഇൻ ഡിസ്ഗൈസ്. കൂടാതെ ഇതുപോലെ അപകടകാരികളായിട്ടുള്ള ഒരുപാട് ബേർഡ്സ് ചുറ്റുമുണ്ട് എന്നുള്ള കാര്യം ഹെലൻ പറയുന്നുണ്ട്. അതായത് ഇവളുടെ അമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം നമ്മൾ നേരത്തെ പറയുണ്ടായി, ഒരു സ്വാനിന്റെ രൂപത്തിലാണ് സിയൂസ് വരുന്നത്. ആ രീതിയിൽ ഇതുപോലെ പല രൂപത്തിൽ ഇങ്ങനെ അഗ്രസീവ് ആയിട്ടുള്ള പുരുഷന്മാർ ഇങ്ങനെ ഡിസ്ഗൈസ്ഡ് ആയിട്ട് ഉണ്ടാവാം എന്നുള്ള സാഹചര്യത്തെ കുറിച്ചിട്ട് കൂടി അവിടെ ഹെലൻ പറയുന്നു. പാർട്ട് 4. ഷീ കൺഫൈഡ്സ് ദാറ്റ് ഓൺലി യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹെർ. ഇനി പോയത്തിന്റെ അവസാന ഭാഗത്ത് അവര് വായനക്കാരോട് പറയുന്നത്, നിങ്ങൾക്ക് മാത്രമാണ് എന്നെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നാണ്. ദ റെസ്റ്റ് വിൽ ഓൺലി വാച്ച് ആൻഡ് ഒബ്ജക്ടിഫൈ ഹെർ. ബാക്കിയുള്ളവരെല്ലാം അവരെ ഇങ്ങനെ വീക്ഷിക്കുകയും ഒബ്ജക്ടിഫൈ ചെയ്യുകയാണ് ഉണ്ടാവുക എന്നവർ പറയുന്നു. ഹെലൻ അസേർട്സ് ദാറ്റ് ഷീ ഈസ് എ ഗോഡസ് ബൈ പോയിന്റിംഗ് ഔട്ട് ഹെർ ഫീറ്റ് ഡോണ്ട് ടച്ച് ദ ഗ്രൗണ്ട്. ഇനി അവരൊരു ദേവതയാണ് എന്നുള്ള കാര്യം അവർ ആവർത്തിച്ച് പറയുന്നു. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി അവർ പറയുന്നത് അവരുടെ കാലുകൾ നിലത്ത് സ്പർശിക്കുന്നില്ല എന്നുള്ളതാണ്. ദ പോയം എൻഡ്സ് വിത്ത് ഹെലൻ എമേർജിങ് ആസ് എൻ എംപവേർഡ് ക്യാരക്ടർ. ഇനി പോയത്തിന്റെ അവസാനം നമ്മൾ കാണുന്നത് ഹെലൻ ഒരു എംപവേർഡ് ക്യാരക്ടറായിട്ട് വരുന്നതാണ്. അതായത് ഈ പോയത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഹെലൻ ഇങ്ങനെ മറ്റുള്ളവരെ അവരെ വിമർശിക്കുന്നതിനെ കുറിച്ചിട്ടും അവരതിന്റെ മറുപടി കൊടുക്കുന്നതുമായിട്ടുള്ളതാണെങ്കിൽ, പോയം അവസാനിക്കുന്ന സമയത്ത് അവരൊരു സെൽഫ് അഷ്യൂർഡ് ആയിട്ടുള്ള ഒരു എംപവേർഡ് ക്യാരക്ടറായിട്ടാണ് നമ്മൾ കാണുന്നത്. ഷീ പ്രൊക്ലെയിംസ് ഇറ്റ് ഈസ് എ ടോർച്ച് സോങ് ആൻഡ് എനിവൺ ഹു ടച്ചസ് ഹെർ വുഡ് ബേൺ. അവർ പറയുന്നത് ഒരു ടോർച്ച് സോങ് ആണെന്നാണ്. ടോർച്ച് സോങ് എന്ന് പറയുന്നത് വിരഹഗാനം എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. ഇവിടെ വരുന്നത് അവരെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു വിഷമത്തെ കുറിച്ചിട്ടാണ്. പിന്നീട് അവർ പറയുന്നത് അവരെ ആരെങ്കിലും സ്പർശിക്കാൻ ധൈര്യപ്പെടുകയാണെങ്കിൽ അവർ ചാരമായി പോകും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ പോയത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടു മറ്റുള്ളവർ അവരെ വിമർശിക്കുന്നതിനെ കുറിച്ചിട്ടും അതിന്റെ ന്യായീകരണത്തെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ, അവസാന ഭാഗത്തേക്ക് ഹെലൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു എംപവേർഡ് ക്യാരക്ടറായിട്ട് നമ്മൾ കാണുകയാണ്. അവർ സെൽഫ് അസേർട്ടഡ് ആണ്. അവർക്ക് ആ രീതിയിൽ ഒരു മറ്റുള്ളവരുടെ വിമർശനങ്ങളെ ഭയപ്പെടാത്ത സാഹചര്യമുണ്ട്. അനി ആരെങ്കിലും അങ്ങനെ വിമർശനങ്ങൾ കൊണ്ട് അവരെ സ്പർശിക്കുകയാണെങ്കിൽ അവർ ചാരമായി പോകുമെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് വുഡ് ദി അതർ വുമൻ ഹാവ് ടോൾഡ് ഹെലൻ ഓഫ് ട്രോയ് ഇഫ് ദേ ഹാഡ് ദ ചാൻസ്? ഇനി ഒരു അവസരം കിട്ടുകയായിരുന്നെങ്കിൽ മറ്റുള്ള സ്ത്രീകൾ ഹെലൻ ഓഫ് ട്രോയുടെ അടുത്ത് എന്ത് പറയുമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. The other women could have told Helen of Troy to be ashamed of herself
quit dancing, get some self-respect and find a conventional job. മറ്റുള്ളവർ അവരെ ജഡ്ജ് ചെയ്യും, വിമർശിക്കും എന്നുള്ള കാര്യമാണ് ഹെലൻ കണക്കാക്കുന്നത്. അവൾ ചെയ്യുന്ന ജോലി ഷെയിംഫുൾ ആണ് എന്നുള്ളതും വേറൊരു ജോലി കണ്ടെത്താൻ വേണ്ടി അവർ ഉപദേശിക്കുകയും ചെയ്യുമെന്നാണ് ഹെലൻ കണക്കാക്കുന്നത്. വാട്ട് ഈസ് മെൻ ബൈ ദ ഫ്രേസ് നേക്ഡ് ആസ് എ മീറ്റ് സാൻഡ്വിച്ച്? ഇനി നേക്ഡ് ആസ് എ മീറ്റ് സാൻഡ്വിച്ച് എന്ന് പറയുന്നൊരു ഫ്രേസ് പോയിന്റിനകത്ത് വരുന്നുണ്ട്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? The phrase naked as a meat sandwich suggests a state of complete vulnerability and exposure. ഒരു വൾണറബിൾ ആയിട്ടുള്ള എക്സ്പോഷർ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഇവര് ഈ ഒരു ഡാൻസ് ക്ലബിനകത്ത് ഈ ഡാൻസ് ചെയ്യുന്ന സമയത്തുള്ള ഒരു അവസ്ഥയാണ് ഇത് കമ്പയർ ചെയ്തിരിക്കുന്നത്. Why do others say that the speaker is exploited in Atwood's poem? ഇനി പോയത്തിലെ സ്പീക്കർ ഹെലൻ ഓഫ് ട്രോയ് ഇവിടെ എക്സ്പ്ലോയിറ്റഡ് ആവുകയാണ് അല്ലെങ്കിൽ ചൂഷണത്തിന് ഇരയാവുകയാണെന്ന് മറ്റുള്ളവർ പറയാനുള്ള കാരണം എന്താണ്? Others say that the speaker is exploited because her body is objectified in her job as a dancer. അതിന്റെ കാരണമായിട്ട് വരുന്നത് ഇവൾ ചെയ്യുന്ന ഡാൻസർ എന്നുള്ള ജോലിയിൽ അവളുടെ ശരീരം ഒബ്ജക്റ്റിഫൈഡ് ആവുകയാണ്, അതുകൊണ്ടാണ് അവൾ എക്സ്പ്ലോയിറ്റഡ് ആവുകയാണെന്ന് മറ്റുള്ളവർ പറയുന്നത്. What is the figure of speech in the following lines? Like preacher's eyes sell vision, like a perfume adds desire, or it's a facsimile. അപ്പോൾ ഈ ഒരു വരിയിലുള്ള ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ലൈക്ക് എന്ന് കണ്ടാൽ തന്നെ അത് സിമിലി ആണ് എന്നുള്ളത്. Atwood compares Helen's performance to how preachers sell religious ideas and perfume ads sell desires. ഇനി പുരോഹിതന്മാർ അവരുടെ വിഷൻ വിൽക്കുന്നത് പോലെയും അതുപോലെ തന്നെ പെർഫ്യൂം ആഡ് ഒരു ഡിസയർ വിൽക്കുന്നത് പോലെയുമാണ് ഇവർ ഈ ഡിസയർ വിൽക്കുന്നതാണ് പറയുന്നത്. സിമിലിയാണ് അവിടുത്തെ ഫിഗർ ഓഫ് സ്പീച്ച് ആയിട്ട് വരുന്നത്. എക്സ്പ്ലെയിൻ ഐ ഡു ഗിവ് വാല്യൂ. ഇനി ഇവർ ചെയ്യുന്ന ജോലിയിൽ വാല്യൂ ഉണ്ടെന്ന് അവർ പറയുന്നു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ സ്പീക്കർ ഗിവ്സ് വാല്യൂ ബൈ സെല്ലിംഗ് ഇൻടാഞ്ചിബിൾ തിങ്സ് ലൈക്ക് വിഷൻ ആൻഡ് ഡിസയർ വിച്ച് ഫുൾഫിൽ ഇമോഷണൽ ഓർ സൈക്കോളജിക്കൽ നീഡ്സ് ഇൻ പീപ്പിൾ. ഇവർ വിൽക്കുന്നത് ഡിസയർ ആണ്. അപ്പോൾ അതിലൂടെ അവർ ഫുൾഫിൽ ചെയ്യുന്നത് ആളുകളുടെ ഇമോഷണൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള നീഡ്സ് ആണ്. ആ രീതിയിലാണ് അവർ ഈ വാല്യൂ ഉണ്ടെന്ന് പറയുന്നത്. വാട്ട് ഡു മെൻ സീ വെൻ ദേ ഗേസ് അറ്റ് ഹെലൻ ഓഫ് ട്രോയ്? ഇനി പുരുഷന്മാർ ഇവരെ വീക്ഷിക്കുന്ന സമയത്ത് എന്താണ് അവർ കാണുന്നത്? വെൻ മെൻ ഗേസ് അറ്റ് ഹെലൻ ഓഫ് ട്രോയ് ദേ സീ ഹെർ ആസ് എ കളക്ഷൻ ഓഫ് ബോഡി പാർട്സ് ആൻഡ് ഫാന്റസീസ് റെഡ്യൂസിങ് ഹെർ ഹ്യൂമാനിറ്റി ആൻഡ് കോംപ്ലക്സിറ്റി. ഇനി പുരുഷന്മാർ ഇവരെ വീക്ഷിക്കുന്ന സമയത്ത് ഇവരെ ഒരു വ്യക്തിയായിട്ടല്ല കാണുന്നത്, എ കളക്ഷൻ ഓഫ് ബോഡി പാർട്സ് ആയിട്ടാണ് കാണുന്നത്. അവളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലേക്കുമാണ് വീക്ഷിക്കുന്നത്. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അവർ വീക്ഷിക്കുന്നില്ല എന്നാണ് പറയുന്നത്. വൈ ഈസ് ഇറ്റ് സെഡ് ദാറ്റ് ദ മ്യൂസിക് സ്മെൽസ് ലൈക്ക് ഫോക്സസ്? ഇനി ഈ ഒരു അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ട് പറയുന്നതാണ് അവിടുത്തെ ഈ സംഗീതം ഈ കുറുക്കന്മാരുടെ ഗന്ധമാണുള്ളത് എന്നുള്ളത്. The music smells like foxes is a metaphor suggesting the music evokes primal and unsettling emotions. അപ്പോൾ അവിടെയുള്ള അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഈ ഡാൻസ് കാണാൻ വന്നിരിക്കുന്ന ആളുകളിൽ ആ മ്യൂസിക് പ്രൈമൽ അല്ലെങ്കിൽ പ്രാകൃതമായിട്ടുള്ള ഇമോഷൻസ് ആണ് സൃഷ്ടിക്കുന്നതെന്നാണ് ആ ഒരു മെറ്റഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്പ്ലെയിൻ ദി അലൂസീവ് റെഫറൻസ് മൈ മദർ വാസ് റേപ്ഡ് ബൈ എ ഹോളി സ്വാൻ. ഇനി ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു സ്റ്റോറിയിലേക്കുള്ള ഒരു റെഫറൻസ് ആണ്. The allusive reference is to Greek mythology, specifically the story of Leda and the swan, where Zeus takes the form of a swan and rapes Leda, resulting in the birth of Helen of Troy. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രീക്ക് മിത്തോളജിയിലെ കഥയിൽ സിയൂസ് എന്ന് പറയുന്ന ഗ്രീക്ക് ദേവൻ ഒരു അരയന്നത്തിന്റെ രൂപം എടുത്തുകൊണ്ടാണ് ഇവരുടെ മാതാവായിട്ടുള്ള ലെഡയുടെ അടുത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷമാണ് ഇവിടെ ഈ ഹെലൻ ഓഫ് ട്രോയ് ജനിക്കുന്നത്. ഹെലൻ ഓഫ് ട്രോയ് ആക്ച്വലി ഒരു എഗ് ആയിട്ടാണ് ജനിക്കുന്നത്. ആ എഗ് വിരിഞ്ഞുകൊണ്ടാണ് ഈ സുന്ദരിയായിട്ടുള്ള സ്ത്രീ ഉണ്ടാവുന്നതെന്നാണ് ഗ്രീക്ക് മിത്തോളജിയിലെ കഥയിൽ പറയുന്നത്. കമന്റ് ടച്ച് മീ ആൻഡ് യു വിൽ ബേൺ. ഇനി പോയതിലെ ലാസ്റ്റ് വരിയാണ് പറയുന്നത് എന്നെ സ്പർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചാരമാകും എന്നുള്ളത്. ദ സ്റ്റേറ്റ്മെന്റ് touch me and you will burn is a metaphorical warning that getting involved with the speaker will have consequences, implying that she has the power to destroy those who underestimate her. അപ്പോൾ ഇവിടെ പറയുന്നത് ഇവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ള രീതിയിലേക്ക് ആളുകൾ വന്നു കഴിഞ്ഞാൽ അതിന് കോൺസിക്വൻസസ് ഉണ്ടായിരിക്കും. അതിനുള്ള പവർഫുൾ ഫിഗറാണ് അവര് എന്നുള്ളൊരു പ്രഖ്യാപനമാണ് ഈ ഒരു വരിയിൽ നമ്മൾ കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു പോയതിന്റെ തുടക്കത്തിൽ തന്നെ മറ്റുള്ളവർ അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്.
ആ രീതിയിൽ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതിനുള്ള കോൺസിക്വൻസ് ഉണ്ടാവും. അതിനുള്ളൊരു പവർഫുൾ ഫിഗറാണ് അവരെന്നാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത്. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ് എ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സും ഇതിലെ സമ്മറിയും എലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, അലൂഷൻസ് ടു ഹെലൻ ഓഫ് ട്രോയ് ഇൻ മിത്സ്. ഇനി ഈ പോയത്തിനകത്ത് ഈ ഹെലൻ ഓഫ് ട്രോയുടെ മിത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള അലൂഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അൺമാച്ച്ഡ് ബ്യൂട്ടി. Helen's profession as a dancer highlights her physical attractiveness, a central feature of the mythical Helen. ഇനി ഈ പോയത്തിനകത്ത് ഹെലന്റെ സൗന്ദര്യത്തെ കുറിച്ചിട്ട് കാര്യമായിട്ട് വർണ്ണിച്ചിട്ടൊന്നുമില്ല. അതിന്റെ കാരണം അങ്ങനെ വർണ്ണിക്കേണ്ട ആവശ്യമില്ല. ഹെലൻ എന്ന് പറയുന്നത് തന്നെ ഈ മിത്തോളജിക്കൽ സ്റ്റോറിക്കകത്ത് ഇങ്ങനെ സുന്ദരിയായിട്ടൊരു സ്ത്രീ എന്ന രീതിയിലാണ്. അപ്പോൾ അത് ഈ പോയത്തിനകത്ത് വരുന്നൊരു അലൂഷനാണ്. സോഴ്സ് ഓഫ് കൺഫ്ലിക്റ്റ്. The objectification and male attention Helen receives echo the wars fought over her in the myths. ഇനി ഇവരെ ഇവിടെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മെയിൽ ഗേസിനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇതും ഈ മിത്തോളജിയിൽ സിമിലർ ആയിട്ടുള്ള ഇൻസിഡന്റ് നമുക്ക് കാണാൻ കഴിയാവുന്നതാണ്. ഈ ട്രോജൻ വാർ എന്ന് പറയുന്ന വലിയൊരു യുദ്ധം തന്നെ ഈ ഹെലൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ആളുകൾ മോഹിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവുന്ന ഒരു യുദ്ധമാണ്. ആ രീതിയിൽ ഈ ഒരു മിത്തോളജിയിലും ഈ പോയത്തിനകത്തും ഈ ഒരു ഒബ്ജക്ടിഫിക്കേഷൻ നമ്മൾ കാണുന്നുണ്ട്. അതും ഒരു അലൂഷനാണ്. പൊസഷൻ ഓർ പ്രൈസ്. ദ മെൻസ് ഡിസയർ ആൻഡ് പൊട്ടൻഷ്യൽ അഗ്രഷൻ സജസ്റ്റ് ഷീ ഈസ് സ്റ്റിൽ സീൻ ആസ് എ ട്രോഫി ടു ബി വൺ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ യുദ്ധം ജയിക്കുന്ന ആളുകൾക്ക് ഹെലനെ കിട്ടുമെന്നുള്ള രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ പുരുഷന്മാരെ ഇവരെ ഒരു പ്രൈസ് ആയിട്ട് കാണുന്ന രീതിയിലാണ് ഈ പോയത്തിനകത്തും നമ്മൾ കാണുന്നത്. അതും ഒരു അലൂഷൻ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇവരുടെ ഈ ലെഡയും സ്വാനും തമ്മിലുള്ള ആ ഒരു ഇൻസിഡന്റിന്റെ കാര്യം അലൂഷനായിട്ട് വരുന്നുണ്ട്. അതും നമുക്ക് എഴുതാവുന്നതാണ്. പെർസെപ്ഷൻ ഓഫ് ഹെലൻ ബൈ അതർ വുമൻ. മറ്റുള്ള സ്ത്രീകൾ എങ്ങനെയാണ് ഹെലനെ കാണുന്നത്? ലാക്കിംഗ് സെൽഫ് റെസ്പെക്ട്. ദേ ജഡ്ജ് ഹെർ പ്രൊഫഷൻ ആസ് ഡീഗ്രേഡിംഗ് ആൻഡ് ഷെയിംഫുൾ. അവര് ഇവളെ ക്രിട്ടിസൈസ് ചെയ്യാണ്, ജഡ്ജ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവൾക്ക് സെൽഫ് റെസ്പെക്ട് ഇല്ല, അല്ലെങ്കിൽ ഷെയിംഫുൾ ആണ് എന്നുള്ള രീതിയിലാണ് മറ്റുള്ളവർ ഇവരെ കാണുന്നത്. അതിന്റെ കാരണം ഇവരുടെ പ്രൊഫഷനാണ്. ഷുഡ് ഹാവ് എ റെസ്പെക്റ്റബിൾ ജോബ്. ദ ബിലീവ് ഷീ കുഡ് ഫൈൻഡ് എ മോർ സോഷ്യലി അക്സെപ്റ്റബിൾ ഒക്യുപ്പേഷൻ. അതുപോലെ തന്നെ ഈ മറ്റുള്ള സ്ത്രീകൾ അവർക്ക് കൊടുക്കുന്ന ഉപദേശമാണ് കുറച്ചുകൂടി മാന്യമായിട്ടുള്ള ഒരു തൊഴിൽ കണ്ടെത്തണം എന്നുള്ള രീതിയിൽ. ജഡ്ജ്മെന്റൽ. ദ ഡിസപ്രൂവ് ഓഫ് ഹർ ചോയ്സസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ പൊതുവിൽ ഈ അതർ വിമന്റെ ഈ ഹെലനോടുള്ള ഒരു പെർസെപ്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നത് ജഡ്ജ്മെന്റലായിട്ടാണ്. അതായത് ഇവളുടെ ഈ ലൈഫ് സ്റ്റൈലിനെയും ചോയ്സസിനെയും അവർ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഷെയിംഫുൾ ആണ് എന്നുള്ള രീതിയിലാണ് അവർ കണക്കാക്കുന്നത്. പെർസെപ്ഷൻ ഓഫ് ഹെലൻ ബൈ മെയിൽസ്. ഇനി പുരുഷന്മാർ എങ്ങനെയാണ് ഹെലനെ കാണുന്നത് എന്നുള്ളത്. ഒബ്ജക്ട് ഓഫ് ഡിസയർ. Their gaze reduces her to her physical form and fuels lust. ഒരു വ്യക്തി എന്നുള്ള രീതിയിലല്ല, ഒരു ശരീരം എന്നുള്ള രീതിയിലാണ് പുരുഷന്മാർ ഇവളെ നോക്കിക്കാണുന്നത്. ഇവളുടെ ബോഡി പാർട്സിലേക്കാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതിനെ ഒരു ഈ വാൾ ഉപയോഗിച്ചുകൊണ്ട് മുറിക്കുന്ന ഒരു മെറ്റഫറായിട്ട് അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹേറ്റഡ് ആൻഡ് വയലൻസ്. ദ ഡിസയർ ഈസ് ഇന്റർവൈൻഡ് വിത്ത് എ സെൻസ് ഓഫ് അഗ്രഷൻ ആൻഡ് പൊട്ടൻഷ്യൽ വയലൻസ്. കൂടാതെ ഈ ആളുകൾക്കൊരു വയലൻസ് ഉള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട്. അതായത് ഇവളെ അവര് ഇങ്ങനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസയർ ചെയ്യുന്നുണ്ട്. ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഒരു വയലൻസ് ഉണ്ടാവും എന്ന രീതിയിൽ കൂടിയാണ് ആ സാഹചര്യം എന്നവിടെ പറയുന്നു. എവറിത്തിങ് ഫോർ സെയിൽ. ദേ പെർസീവ് ഹെർ ബ്യൂട്ടി ആൻഡ് പെർഫോമൻസ് ആസ് എ കമ്മോഡിറ്റി ടു ബി പർച്ചേസ്ഡ്. മറ്റൊന്ന്, ഇവളെ അതുപോലെ തന്നെ ഇവളുടെ പെർഫോമൻസിനെ ഒരു കമ്മോഡിറ്റി ആയിട്ടാണ് അവർ കാണുന്നത്. അതായത് പണം കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒന്നാണ് ഇവളുടെ സൗന്ദര്യം എന്നുള്ള രീതിയിലാണ് പുരുഷന്മാരെ ഇവളെ നോക്കിക്കാണുന്നത്. പെർസെപ്ഷൻ ഓഫ് ഹെലൻ ബൈ ഹെർസെൽഫ്. ഇനി ഹെലൻ സ്വയം എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത്. എംപവേർഡ് ഏജന്റ്. ഷീ ചൂസസ് ഹെർ പാത്ത് ആൻഡ് യൂസസ് ഹെർ ബ്യൂട്ടി സ്ട്രാറ്റജിക്കലി. അവര് ഒരു എംപവേർഡ് ആയിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിലാണ് സ്വയം കാണുന്നത്. കാരണം അവരുടെ മാർഗം തിരഞ്ഞെടുക്കുന്നു. അവരുടെ ഈ ഒരു ബ്യൂട്ടിയെ സ്ട്രാറ്റജിക്കലി അവർക്ക് എങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ അവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ടാലന്റ്. ഷീ ആർഗ്യൂസ് ദാറ്റ് ഇറ്റ് നീഡ്സ് ടാലന്റ് ടു സെൽ നോൺ മെറ്റീരിയൽ തിങ്സ്. മറ്റൊരു കാര്യം അവർ പറയുന്നത് ഇവൾ വിൽക്കുന്ന ഡിസയർ ആണ്. ആ രീതിയിൽ നോൺ മെറ്റീരിയൽ തിങ്സ് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടാലന്റ് വേണം എന്നുള്ളതാണ്. പെർഫോമർ വിത്ത് ഡെപ്ത്. ബിയോണ്ട് ദ ഡാൻസ് ഷീ പൊസസസ് ഇന്റലിജൻസ്, വിറ്റ് ആൻഡ് എ ബാക്ക് സ്റ്റോറി.
ഇനി ഈ ഒരു ബ്യൂട്ടിക്ക് അപ്പുറത്തേക്ക് അവൾക്ക് ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം അവൾ പറയുന്നുണ്ട്. അവളുടെ ഈ ഒരു ദൈവലോകത്ത് നിന്ന് വന്നിട്ടുള്ള ഒരാളാണ് എന്നുള്ളതും അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ അവളുടെ ഒരു ഇന്റലിജൻസും അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടറുമാണ് അവിടെ പറയുന്നത്. ഐസൊലേറ്റഡ് ഫിഗർ മിസ്അണ്ടർസ്റ്റുഡ് ബൈ ബോത്ത് മെൻ ആൻഡ് വിമൻ ഹു ജഡ്ജ് ഹെർ സൂപ്പർഫിഷ്യലി. ഇനി ഒരു ഐസൊലേറ്റഡ് ഫിഗർ ആണ്, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കഥാപാത്രം എന്ന രീതിയിലാണ് ഹെലൻ സ്വയം കാണുന്നത്. സ്ത്രീകളാണെങ്കിൽ അവളെ ജഡ്ജ് ചെയ്യുന്നു, പുരുഷന്മാരാണെങ്കിൽ ഒബ്ജക്ടിഫൈ ചെയ്യുന്നു എന്ന രീതിയിലാണ് പറയുന്നത്. കൗണ്ടർ ടോപ്പ് ഡാൻസിങ് ആസ് എ സിമ്പിൾ. ഇനി ഈ ഒരു ഡാൻസ് ഒരു സിമ്പിളായിട്ട് വരുന്നത് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വിമൻ represents the way women's beauty is often exploited for financial gain in a male dominated society. അപ്പോൾ ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിക്കകത്ത് സ്ത്രീകളുടെ ഈ സൗന്ദര്യം എങ്ങനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു സിമ്പിളാണ് ഈ ഒരു കൗണ്ടർ ടോപ്പ് ഡാൻസിങ് വരുന്നത്. നമ്മൾ നേരത്തെയും പല ചാപ്റ്റേഴ്സിലും പല സബ്ജക്റ്റുകളും പഠിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഫിലിം സ്റ്റഡിയിലൊക്കെ ഈ സിനിമയ്ക്കകത്ത് എങ്ങനെയാണ് ഇത് ഒബ്ജക്ടിഫൈ ചെയ്യുന്നത്, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ആ രീതിയിൽ പൊതുവിൽ ഈ സമൂഹത്തിലുള്ള ഒരു ഒബ്ജക്ടിഫിക്കേഷന്റെ സിമ്പിളായിട്ടാണ് ഇത് വരുന്നത്. സെല്ലിംഗ് ഇൻടാഞ്ചിബിൾസ് മെറ്റഫർ ഫോർ ഹൗ സൊസൈറ്റൽ എക്സ്പെക്ടേഷൻസ് ആൻഡ് ഡിസൈർസ് ആർ കൊമോഡിഫൈഡ് ആൻഡ് സോൾഡ്. മറ്റൊന്ന്, ഇവിടെ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല വിൽക്കുന്നത്, ബ്യൂട്ടി അല്ലെങ്കിൽ ഡിസയർ ആണ് വിൽക്കുന്നത്. ആ രീതിയിൽ എങ്ങനെയാണ് ഈ സൊസൈറ്റിക്കകത്ത് ഇത്തരം കാര്യങ്ങൾ കമ്മോഡിഫൈ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിന്റെ കൂടി ഒരു സിമ്പിളാണത് വരുന്നത്. ഡിഫൈയിങ് എക്സ്പെക്ടേഷൻസ് സിംബലൈസസ് ബ്രേക്കിംഗ് ഫ്രീ ഫ്രം ട്രഡീഷണൽ റോൾസ് ആൻഡ് സൊസൈറ്റൽ പ്രഷേഴ്സ്. മറ്റൊന്ന്, ഈ ഒരു ജോലി ചെയ്യാനുള്ള ഇവളുടെ ചോയ്സ് ആണ്. കാരണം മറ്റുള്ള സ്ത്രീകളെല്ലാം അതിനെ ഷെയിംഫുൾ എന്ന് പറയുമ്പോഴും ഒരു പേഴ്സണൽ ചോയ്സ് എന്നുള്ള രീതിയിൽ അവരത് ചെയ്യുന്നത് അവരുടെ ഒരു ട്രഡീഷണൽ റോളിൽ നിന്നുള്ളൊരു ബ്രേക്കിംഗ് ഫ്രീ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഫീച്ചേഴ്സ് ഓഫ് എ ഡ്രാമാറ്റിക് മോണലോഗ്. സിംഗിൾ സ്പീക്കർ അഡ്രസ്സസ് എ സൈലന്റ് ലിസണർ ത്രൂ ഔട്ട്. ഡ്രാമാറ്റിക് മോണലോഗിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ആ പോയത്തിനകത്ത് ഒരൊറ്റ സ്പീക്കർ മാത്രമേ ഉണ്ടാവുള്ളൂ. മാത്രമല്ല ലിസണർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതിനകത്ത് ഉണ്ടായിരിക്കും. പക്ഷെ ആ ലിസണർ തിരിച്ച് മറുപടി ഒന്നും പറയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുക. ആ രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ പോയത്തിനകത്ത് കാണുന്നത്. ഹെലൻ ആണ് അവിടെ സ്പീക്കറായിട്ട് വരുന്നത്. അതിന്റെ അവസാനം യു എന്ന് പറഞ്ഞിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ട്. അതാണ് അവിടെ സ്പീക്കറായിട്ട് വരുന്നത്. റിവീലിംഗ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് പ്രൊവൈഡ്സ് ഇൻസൈറ്റ് ഇൻ ടു ഹെർ മോട്ടിവേഷൻസ്, ഫ്രസ്ട്രേഷൻസ് ആൻഡ് ഒബ്സർവേഷൻസ്. ഇനി ഹെലന്റെ ഫീലിങ്സും അതുപോലെ തന്നെ തോട്ട്സും അവിടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അവളുടെ ഈ ഒരു കാര്യം ചെയ്യാനുള്ള മോട്ടിവേഷൻ, അതുപോലെ തന്നെ അവിടെ ഉണ്ടാവുന്ന ഫ്രസ്ട്രേഷൻസ്, ഇനി അവിടെയുള്ള പുരുഷന്മാരെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവൾ എങ്ങനെ ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഡ്രാമാറ്റിക് മോണലോഗിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. ഡ്രാമാറ്റിക് ഡിവൈസസ് യൂസസ് ഇമേജറി, മെറ്റഫർ ആൻഡ് അല്യൂഷൻ ടു ക്രിയേറ്റ് വിവിഡ് എക്സ്പീരിയൻസ്. ഇനി ഇതിനകത്ത് വരുന്ന മറ്റു ഡിവൈസസ് എന്ന് പറയുന്നത് ഇമേജറി, മെറ്റഫർ ഉണ്ട്, നമ്മൾ കണ്ടതാണ്. കൂടാതെ അലൂഷനും, ഈ ഗ്രീക്ക് മിത്തോളജിയിലേക്കുള്ള അലൂഷനും വരുന്നുണ്ട്. ഈ രീതിയിൽ ഈ ഡ്രാമാറ്റിക് മോണലോഗിന്റെ എല്ലാ എലിമെന്റ്സും ഫീച്ചേഴ്സും ഇതിനകത്തുള്ളതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇനി ഇതിൽ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഹെലൻ ഓഫ് ട്രോയ് ഡസ് കൗണ്ടർ ടോപ്പ് ഡാൻസിങ് ആസ് എ ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സ്. ഈ പോയത്തെ ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിലൂടെ നോക്കി കാണുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. The poem can be seen as a feminist discourse as it challenges traditional gender roles and societal expectations placed on women. അപ്പോൾ ഈ പോയതിന് തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ട്രഡീഷണൽ ജെൻഡർ റോൾസിനെ ഇവർ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇവർ ചെയ്യുന്ന ജോലി ഷെയിംഫുൾ ആണ്, ഇവർ ഒരു കൺവെൻഷണൽ ജോബ്, ഒരു സെയിൽസ് ഗേളിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഓഫീസ് ജോലിയോ ചെയ്യണം എന്നുള്ള രീതിയിലേക്കാണ് മറ്റുള്ളവർ ഇവരോട് പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ജെൻഡർ റോൾസിനെ ഇവരിവിടെ ഡിഫൈ ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് വരുന്നത്, ഇറ്റ് ക്രിറ്റിക്സ് ദി ഒബ്ജക്ടിഫിക്കേഷൻ ആൻഡ് കമ്മോഡിഫിക്കേഷൻ ഓഫ് വിമൻസ് ബോഡീസ്, ഹൈലൈറ്റിംഗ് ദ പ്രഷർ ഓൺ വിമൻ ടു കൺഫേം ടു സർട്ടൻ സ്റ്റാൻഡേർഡ്സ് ഓഫ് ബ്യൂട്ടി ആൻഡ് ബിഹേവിയർ. ഇനി ഇവർ ഈ ഡാൻസിനകത്ത് ഇങ്ങനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നതായിട്ടും കമ്മോഡിഫൈ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിനോടുള്ള ഒരു ക്രിറ്റിസിസം ആയിട്ട് കൂടിയാണ് പോയം വരുന്നത്. അതും ഒരു ഫെമിനിസ്റ്റ് എലിമെന്റ് ആണ്. The speaker's defense and empowerment in the face of societal judgment can be interpreted as a feminist assertion of agency and autonomy. ഇനി ഇവിടെ ഒരു സൊസൈറ്റൽ ജഡ്ജ്മെന്റിന്റെ അകത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ സ്ത്രീകളായിട്ടുള്ള ആളുകളും ഇവളെ ജഡ്ജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ഇവരെ വീക്ഷിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. ഈ രീതിയിൽ ഒരു സൊസൈറ്റിയുടെ ജഡ്ജ്മെന്റിനകത്ത് നിൽക്കുമ്പോഴും അവരുടെ ഒരു ചോയ്സ്, അവരുടെ ഒരു ഇൻഡിപെൻഡൻസ്, അതിന് വാല്യൂ കൊടുക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഇവിടെ ഹെലനെ നമ്മൾ കാണുന്നത്. അതും നമുക്കൊരു ഫെമിനിസ്റ്റ് എലമെന്റ് ആയിട്ട് കാണാവുന്നതാണ്.
By reclaiming the figure of Helen of Troy, a character often portrayed as a passive object of desire in literature, the poem subverts traditional narratives and empowers the female voice. മറ്റൊന്ന് ഇതിലെ അലൂഷനാണ്. ഈ ഗ്രീക്ക് മിത്തോളജിക്കകത്ത് ഹെലൻ എന്ന് പറയുന്ന ക്യാരക്ടർ അവർക്ക് പറയാനുള്ളത് നമ്മൾ കാണുന്നില്ല. അവരുടെ പെർസ്പെക്റ്റീവിലുള്ള കാര്യങ്ങൾ ഈ മിത്തോളജിക്കകത്ത് നമ്മൾ കാണുന്നില്ല. ഒരു സുന്ദരിയായിട്ടുള്ള യുവതി എന്നുള്ള രീതിയിൽ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് മിത്തോളജിക്കകത്തുള്ള സ്റ്റോറിയിലും ഹെലനെ അവതരിപ്പിക്കുന്നത്. ഇവിടെ പക്ഷേ ഹെലന് പറയാനുള്ള കാര്യങ്ങൾക്ക് ഒരു വോയിസ് കൊടുക്കുന്നുണ്ട്, അവരുടെ പെർസ്പെക്റ്റീവ് നമ്മൾ കേൾക്കുന്നുണ്ട്. ആ രീതിയിൽ ഈ മിത്തോളജിയിലുള്ള ഹെലനെ ഒരു റീക്ലെയിം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്, ഒരു ട്രഡീഷണൽ നരേറ്റീവ്സിനെ തിരുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതും ഒരു ഫെമിനിസ്റ്റ് എലിമെന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ആറ്റ്വുഡ്സ് സ്റ്റൈൽ ഇൻ ഹെലൻ ഓഫ് ട്രോയ് ഡസ് കൗണ്ടർ ടോപ്പ് ഡാൻസിങ്. ഇനി പോയത്തിലെ സ്റ്റൈലിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. Atwood's use of vivid imagery and sensory language creates a vivid and evocative portrayal of the speaker's experiences and emotions. ഇതിനകത്ത് ഇമേജറി വരുന്നുണ്ട്, അതുപോലെ തന്നെ മെറ്റഫേഴ്സ് ഒക്കെ വരുന്നുണ്ട് നമുക്കറിയാം. അതിലൂടെ ഈ സ്പീക്കറുടെ എക്സ്പീരിയൻസും ഇമോഷൻസും പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. The poem's structure as a dramatic monologue allows for an intimate and personal exploration of the speaker's thoughts and feelings, inviting readers to empathize with her. ഇനി മറ്റൊന്ന്, ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡ്രാമാറ്റിക് മോണലോഗ് എന്നുള്ള നെറേറ്റീവ് ആണ് വരുന്നത്. അപ്പോൾ ഒരു ഡ്രാമാറ്റിക് മോണലോഗ് എന്നുള്ള രീതിയിൽ ഈ സ്പീക്കർക്ക് പറയാനുള്ള കാര്യങ്ങൾ, അവരുടെ തോട്ട്സ്, അതുപോലെ ഇമോഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീപ്പായിട്ട് റീഡേഴ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. Atwood's use of irony and sarcasm adds depth to the poem, highlighting the speaker's defiance and skepticism towards societal norms. കൂടാതെ ഐറണിയും സർക്കാസവും ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സൊസൈറ്റിയുടെ ഈ ഒരു നോംസ്, സോഷ്യൽ നോംസിനെ ഇവർ പരിഹസിച്ചുകൊണ്ടാണ് പറയുന്നത്. പ്രത്യേകിച്ചും തുടക്കത്തിൽ നമ്മൾ കാണുകയുണ്ടായി, ഇങ്ങനെ കൺവെൻഷണൽ ആയിട്ടുള്ള ജോലിക്കകത്ത് എക്സ്പ്ലോയിറ്റേഷൻ ഇല്ല എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ സെയിൽസ് ഗേളായി നിൽക്കേണ്ടി വരുന്നതിനെ കുറിച്ചിട്ടും, ഓഫീസിൽ ഇങ്ങനെ മുഴുവൻ സമയം ഇരിക്കേണ്ടി വരുന്നതും അങ്ങനെ നടുവേദന വരുന്നതിനെ കുറിച്ചിട്ടും, അവിടെ കുറഞ്ഞ പേ ആണുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അതിനെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. The poem's use of allusion, particularly to Greek mythology, adds layers of meaning and symbolism, enriching the text and inviting readers to consider deeper themes. ഇനി മറ്റൊന്ന് അലൂഷൻ ആണ് വരുന്നത്. ഏതെങ്കിലും ഒരു സ്ത്രീ ഇതുപോലെ കൗണ്ടർ ടോപ്പ് ഡാൻസിങ് ചെയ്തിട്ട് അവരുടെ എക്സ്പീരിയൻസ് പറയുന്നതായിട്ടല്ല. ഹെലൻ ഓഫ് ട്രോയ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ എടുക്കുന്ന സമയത്ത് അതിലൊരു സിംബോളിസവും അതുപോലെ തന്നെ ഡീപ്പർ മീനിങ്ങും കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. Atwood's exploration of gender, power, and identity in the poem reflects her feminist perspective and her ability to engage with the complex and challenging themes in her work. ഇനി ഇതിലെ തീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജെൻഡർ, പവർ തുടങ്ങിയായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. ആ രീതിയിലുള്ളൊരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള പോയം വളരെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.